പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്നത്തെ ക്ലാസ് സഹകരണ നിയമവുമായി ബന്ധപ്പെട്ട് എക്സാമിനേഷൻ ബോർഡ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളുമാണ്. എക്സാമിനേഷൻ ബോർഡ് പരീക്ഷകൾക്ക് പൊതുവെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തുടർച്ചയായിട്ട് ചോദിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളും ചോദിക്കാറുണ്ട്. അതിനാൽ ഈ ക്ലാസ് ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കുക. ചോദ്യത്തിലേക്ക് കടക്കാം. The chief promoter shall convene the first general body meeting within dash from the date of registration of a society. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. The chief promoter shall convene the first general body meeting within dash from the date of registration of a society. Options: A 1 month, B 2 months, C 3 months, D 4 months. ഇതിൻ്റെ ആൻസർ സി ആണ്, 3 months. ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് ആ രജിസ്ട്രേഷൻ ഡേറ്റ് മുതൽ 3 മാസത്തിനുള്ളിൽ ആ സംഘത്തിൻ്റെ ചീഫ് പ്രൊമോട്ടർ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കണം എന്നാണ് ചട്ടം. അതായത് ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് ആ രജിസ്ട്രേഷൻ ഡേറ്റ് മുതൽ 3 മാസത്തിനുള്ളിൽ ചീഫ് പ്രൊമോട്ടർ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കണം. അങ്ങനെ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന ചട്ടം 8 ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് റൂള് 8. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു. ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് റൂള് 69 സബ് റൂൾ 9. ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് റൂള് 69 സബ് റൂൾ 9. ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് ലിക്വിഡേറ്ററാണ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് ചീഫ് പ്രൊമോട്ടർ ആണെങ്കിൽ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് ലിക്വിഡേറ്ററാണ്. ഇനി ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു റൂളുണ്ട്. റൂൾ 8A എന്ന് പറയുന്നത് ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. റൂൾ 8A എന്ന് പറയുന്നത് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്ന റൂളാണ്. ഓർത്തിരിക്കണം, റൂൾ 8A ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത്, അത് വിളിച്ചു ചേർക്കേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയാണ്. ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയാണ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗും ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗും കൺവീൻ ചെയ്യുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു. എന്നാൽ ജനറൽ ബോഡി മീറ്റിങ്ങുകൾ കൺവീൻ ചെയ്യേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ മാനേജിംഗ് കമ്മിറ്റിയാണ്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഷാൽ ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ചേരേണ്ടത് അല്ലെ കൂടേണ്ടത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടേണ്ടതാണ്. സെക്ഷൻ 27 സബ്സെക്ഷൻ 2 റൂൾ 34. സെക്ഷൻ 27 സബ്സെക്ഷൻ 2 റൂൾ 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 27 സബ്സെക്ഷൻ 2 റൂൾ 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ചെറിയ പതിപ്പാണ്. എ സ്മോളർ വേർഷൻ ഓഫ് ജനറൽ ബോഡി. വലിയൊരു ജനറൽ ബോഡിയുടെ ചെറിയ പതിപ്പാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്ന് നോക്കാം. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ദ ഏരിയ കംപ്രൈസ്ഡ് ഇൻ 1 or more than 1 താലൂക്ക്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ദ ഏരിയ കംപ്രൈസ്ഡ് ഇൻ 1 or more than 1 താലൂക്ക്. അതായത് ഒരു താലൂക്കോ അല്ലെങ്കിൽ ഒന്നിലധികം താലൂക്കോ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ള സംഘത്തിനെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഈ കണ്ടീഷൻ അല്ലാതെ മറ്റൊരു കണ്ടീഷനുകളുണ്ട്. The number of members of the society is not less than 1000. The number of members of the society is not less than 1000. അതായത് സൊസൈറ്റിയുടെ മെമ്പർമാരുടെ എണ്ണം
1000-ൽ കുറയാതെ ഉണ്ടാവണം. അതായത് 1000-മോ അതിനു മുകളിലോ ഉണ്ടാവണം. അങ്ങനെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഒരു സംഘത്തിന്റെ ഏരിയ ഓപ്പറേഷൻ ഒന്നോ ഒന്നിലധികമോ താലൂക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ ആ സംഘത്തിൽ 1000-മോ അതിനു മുകളിലോ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. Maximum number of members in the representative general body is maximum number of members in the RGB representative general body is എത്രയാണെന്ന് ചോദിച്ചാൽ 500 ആണ്. 500 ആണ്. ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ മാക്സിമം എത്രയാണെന്ന് ചോദിച്ചാൽ 500 ആണ്. മറ്റൊരു ജനറൽ ബോഡിയാണ് സെക്ഷൻ 30 റൂൾ 36 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി. സെക്ഷൻ 30 റൂൾ 36 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി. ഒരു മാനേജിംഗ് കമ്മിറ്റിക്ക്, ഒരു സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിക്ക് എപ്പോൾ വേണേലും ഈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാം. കമ്മിറ്റി ക്യാൻ കൺവീൻ അറ്റ് എനി ടൈം. കമ്മിറ്റി ക്യാൻ കൺവീൻ സ്പെഷ്യൽ ജനറൽ ബോഡി അറ്റ് എനി ടൈം. കമ്മിറ്റി ഷാൽ കോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് 2 സാഹചര്യങ്ങളിൽ മാനേജിംഗ് കമ്മിറ്റിക്ക് ജനറൽ ബോഡി വിളിക്കേണ്ടതുണ്ട്. അതായത് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കേണ്ട 2 സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, മാനേജിംഗ് കമ്മിറ്റിക്ക് സ്പെഷ്യൽ ജനറൽ ബോഡി ഏത് ടൈമിലും വിളിക്കാം. കൂടാതെ രജിസ്ട്രാറോ അല്ലെങ്കിൽ സംഘത്തിന്റെ 5-ൽ കുറയാതെ മെമ്പേഴ്സോ റിക്വസ്റ്റ് കൊടുത്താൽ 1 മാസത്തിനകം സംഘം സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കേണ്ടതാണ്. വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം രജിസ്ട്രാർ ഓർ വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. അതായത് രജിസ്ട്രാറുടെയോ അല്ലെങ്കിൽ സംഘത്തിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ 5-ൽ കുറയാത്ത ആൾക്കാർ റിക്വസ്റ്റ് കൊടുത്താൽ, സംഘത്തിന് റിക്വസ്റ്റ് കൊടുത്താൽ സംഘം റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി വിളിച്ച് ചേർക്കേണ്ടതാണ്. ദ പ്രൊപ്പോസൽ ടു ദ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെന്റ് ഓഫ് ബൈലോ ഷാൽ ബി സൈൻഡ് ബൈ സെക്രട്ടറി ആൻഡ് ഡാഷ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. ഓപ്ഷൻസ്: എ 2, ബി 3, സി 5, ഡി 7. ചോദ്യം ഇതാണ്: അമെൻമെന്റിനുള്ള പ്രൊപ്പോസൽ സെക്രട്ടറിയും എത്ര മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സും സൈൻ ചെയ്യണം? 2 മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ളതാണ് ആൻസർ. അമെൻമെന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. അമെൻമെന്റ് സെക്ഷൻ 12 ആണ്, റൂള് 9 ആണ്. അമെൻമെന്റ് സെക്ഷൻ 12 ആണ്, റൂള് 9 ആണ്. റൂള് 10 എന്ന് പറയുന്നൊരു റൂള് അമെൻമെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അത് 2014 ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ റൂൾ 10 ഇല്ല എന്ന് മനസ്സിലാക്കുക. പ്രൊപ്പോസൽ ഫോർ അമെൻമെന്റ് ഷാൽ ബി പാസ്ഡ് ബൈ എ റെസൊല്യൂഷൻ ബൈ എ ഡാഷ് മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. പ്രൊപ്പോസൽ ഫോർ അമെൻമെന്റ് ഷാൽ ബി പാസ്ഡ് ബൈ എ റെസൊല്യൂഷൻ ബൈ എ ഡാഷ് മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അതായത് അമെൻമെന്റിനുള്ള റെസൊല്യൂഷൻ ജനറൽ ബോഡിയിൽ പാസ്സാക്കുമ്പോൾ അത് എത്ര ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം? 2/3 മജോറിറ്റി എന്നുള്ളതാണ് ആൻസർ. 2/3 മജോറിറ്റി. റെസൊല്യൂഷൻ ഷാൽ ബി ഫോർവേഡഡ് ടു ദ രജിസ്ട്രാർ വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ജനറൽ ബോഡി. റെസൊല്യൂഷൻ ഷാൽ ബി forwarded to the registrar within 1 month from the date of general body. റെസൊല്യൂഷൻ പാസ്സാക്കിയ ആ ജനറൽ ബോഡിയുടെ ഡേറ്റ് മുതൽ 1 മാസത്തിനകം രജിസ്ട്രാർക്ക് ആ റെസൊല്യൂഷൻ അയച്ചിരിക്കണം. ആപ്ലിക്കേഷൻ ഫോർ അമെൻമെന്റ് ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ
ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് ആപ്ലിക്കേഷൻ കിട്ടി എത്ര ദിവസത്തിനുള്ളിൽ ആ രജിസ്ട്രാർ അമെൻമെന്റിന്മേൽ തീർപ്പ് കൽപ്പിക്കണം, ആ ആപ്ലിക്കേഷന്മേൽ തീർപ്പ് കൽപ്പിക്കണം. 90 ദിവസം എന്നുള്ളതാണ് ആൻസർ. ഇഫ് ദ രജിസ്ട്രാർ refuses to register the amendment, he shall communicate within dash days of the order. അതായത് ഒരു അമെൻമെന്റ് രജിസ്ട്രാർ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അദ്ദേഹം സൊസൈറ്റി അറിയിക്കണം? 7 ദിവസം എന്നുള്ളതാണ് ആൻസർ. 7 ദിവസം. അമെൻമെന്റിന്റെ ഫീ 500 രൂപയാണ്. അമെൻമെന്റിന്റെ ഫീ 500 ആണ്. എന്നാൽ വുമൺ സ്കൂൾ SC/ST സംഘങ്ങളാണെങ്കിൽ ഫീസ് 50 രൂപ മാത്രമാണ്. Any society refuses to issue identity card to any member, the aggrieved person may appeal to the dash within 15 days from the date of receipt of the order of refusal. Option A, Secretary, B, Registrar, C, President, D, Returning Officer. ചോദ്യം ഇതാണ്: ഒരു സൊസൈറ്റി ഒരു മെമ്പർക്ക് ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്താൽ ആ റെഫ്യൂസൽ ഓർഡർ ഡേറ്റ് മുതൽ 15 ദിവസത്തിനുള്ളിൽ ആർക്ക് അപ്പീൽ കൊടുക്കണം? ആൻസർ ബി ആണ്, രജിസ്ട്രാർ ആണ്. ഇത് പറഞ്ഞിരിക്കുന്നത് റൂൾ 16D റൂൾ 16D എന്ന് പറയുന്നത് അപ്പീലാണ്. ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട സെക്ഷൻ റൂളാണ് റൂൾ 16D അപ്പീൽ. ഇനി ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട മറ്റു ചില റൂളുകൾ നോക്കാം. റൂള് 16A ഐഡന്റിറ്റി കാർഡ്. റൂള് 16A ഐഡന്റിറ്റി കാർഡ്. ഐഡന്റിറ്റി കാർഡ് ഫോം നമ്പർ 6A ഇഷ്യൂ ചെയ്യേണ്ടത്. ഐഡന്റിറ്റി കാർഡ് ഫോം നമ്പർ 6A ഇഷ്യൂ ചെയ്യേണ്ടത്. ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ഫോം 6B ആണ്. അതായത് സൊസൈറ്റിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്റർ, ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്റർ ഫോം 6B ആണ്. ഐഡന്റിറ്റി കാർഡിന്റെ ഫോം എന്ന് പറയുന്നത് 6A ആണ്. അടുത്തത് റൂൾ 16B, റൂൾ 16B ഐഡന്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ്. റൂൾ 16B ഐഡന്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ്. റൂൾ 16C ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡന്റിറ്റി കാർഡ്. റൂൾ 16C ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡന്റിറ്റി കാർഡ്. State Co-operative Election Commission is constituted as per dash section of the KCS Act. Option A 28A, Option B 28AB, Option C 28AA, Option D 28B. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 28B പ്രകാരമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 28B. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ റൂൾ 35B ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ റൂള് 35B ആണ്. റൂൾ 35C ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് SCEC. റൂൾ 35C ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് SCEC. റൂൾ 35E പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ. റൂൾ 35E പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീ. സെക്ഷൻ 28B പറയുന്നു, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ കണ്ടക്ട് ഓൾ ഇലക്ഷൻ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻക്ലൂഡിംഗ് ഇലക്ഷൻ ടു ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിലേക്കുള്ള മാനേജിംഗ് കമ്മിറ്റിയിലെ ഇലക്ഷനും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്കുള്ള ഇലക്ഷനും നടത്തുന്നു. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ 3-ൽ കൂടാത്ത അംഗങ്ങളുള്ള ഒരു കമ്മീഷനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. One among them shall be the state chief co-operative election commissioner and others shall be commissioners. ഈ 3 പേരിൽ ഒരാൾ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. മറ്റുള്ളവരെ കമ്മീഷണേഴ്സ് എന്നും അറിയപ്പെടും.
The state chief cooperative election commissioner shall be an officer not below the rank of special secretary to government. അതായത് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത ആളാണ്. The number of members in the managing committee of primary cooperative societies shall not be less than dash and shall not exceed dash as per KCS Act. Option A 7/13, ഓപ്ഷൻ ബി 7/15, ഓപ്ഷൻ സി 5/10, ഓപ്ഷൻ ഡി 7/21. ഇവിടെ ആൻസർ ബി ആണ് 7/15. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു പ്രൈമറി സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ മിനിമം എത്ര പേര് വേണമെന്നും പരമാവധി എത്ര പേര് വരെ ആകാം എന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏത് സംഘത്തിൻ്റെ ഏത് സംഘമായാലും, അത് പ്രൈമറി ആയാലും അപ്പെക്സ് ആയാലും സെൻട്രൽ ആയാലും ഏത് സംഘമായാലും മാനേജിംഗ് കമ്മിറ്റി മിനിമം 7 പേര് വേണം. 7 പേരിൽ കുറയാൻ പാടില്ല. പരമാവധി പറയുന്നത് പ്രൈമറിയിലാണെങ്കിൽ പരമാവധി 15ഉം പ്രൈമറി സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ പരമാവധി 15 പേര് വരെ ആകാവൂ, അതിൽ കൂടുതലാകാൻ പാടില്ല. എന്നാൽ പ്രൈമറി അല്ലാത്ത മറ്റ് സംഘങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ അപ്പെക്സ് സംഘം, ഒരു അപ്പെക്സ് സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ പരമാവധി 21 പേര് വരെ ആകാവൂ എന്നാണ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൈമറി സംഘമാണെങ്കിൽ മിനിമം 7ഉം പരമാവധി 15ഉം, ഒരു അപ്പെക്സ് സംഘമാണെങ്കിൽ മിനിമം 7ഉം പരമാവധി 21 വരെയും. ഇത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 28(1)(a)യിലാണ്. സെക്ഷൻ 28(1)(a)യിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 28 സബ്സെക്ഷൻ 1(a)യിലാണ് ഈ ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.